മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇട്ടില്ല. എന്തിനാണ് മഞ്ഞപ്പൊടി? ഞാനോട്ട് കാണിച്ചിട്ട് എൻ്റെ വയറ് തള്ളിക്കൊണ്ടിരിക്കുന്നതിന് കാണാൻ നീ പറ. എനിക്കൊന്നും പറയുന്ന വയ്യ. എനിക്ക് നാണ ഇതെല്ലാം ഞാൻ ഇടുന്നു നമുക്കൊന്ന് രാത്രി ചീനിയും ചിക്കൻ കറിയും കഴിക്കാം. ചിക്കൻ കറി കഴിക്കാൻ അല്ല ചിക്കൻ കറി വയ്ക്കാൻ ചിക്കൻ കറിക്കാൻ പൊരിക്കാം. ചിക്കൻ പൊരിക്കാൻ നാളെ രാവിലത്തേക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല സെറ്റ് ചെയ്യാം. അതൊക്കെ എന്തൊക്കെ അരച്ചെടുത്തെന്ന് പറഞ്ഞോപ്പാ. എനിക്കറിഞ്ഞൂടാ, പറ. നീ നോക്കിട്ട് പറ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ചതച്ചെടുത്തു. ഉള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ. കാണാൻ പറ്റുന്നുണ്ടോ? ചതച്ച് താഴെ പോയി കോപ്പ. ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്ക് ചിക്കൻ അതില് ചിക്കൻ കഴുകിയെടുത്തതിന് ശേഷം അതിനകത്ത് മിക്സ് ചെയ്തെടുക്കാവേ. നമ്മളെ ലേശം മഞ്ഞപ്പൊടി താഴെ പോയി നമ്മൾ ഒന്നേന്ന് മഞ്ഞപ്പൊടി ഇട്ടു. ഇനി എന്ത് ചെയ്യാ? മിക്സ് ചെയ്യാം. ചിക്കൻ എടുക്കുക, ചിക്കനകത്തിടുക, മിക്സ് ചെയ്യുക, സെറ്റ് ചെയ്യുക. ചിക്കൻ ഒന്നുകൂടി കഴുകുക. കഴുകിയതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് എന്ത് ചെയ്യാ? ചിക്കൻ അമ്മാവിന്റെ മോനെടുത്ത് അടിക്കാതിരിക്കും. നീ ചിക്കൻ കാണിക്കുന്നില്ലേ? ഇവിടെ ചിക്കൻ പാത്രത്തിരുന്ന് ഫോണെടുത്ത് താഴെ വെച്ചാണ് പിന്നെ ഇറച്ചിക്കകത്തിട്ട് തന്തി കഴിച്ചു വെച്ചിട്ടുണ്ടോ? പട്ടിക്കൊണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ എന്തൊരു പറയാൻ വെച്ചേക്കുന്ന മസാലകളെല്ലാം കൂടി ചിക്കനിലേക്ക് ഇത് സാധാരണ ചിക്കനിലേക്ക് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം? അത് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ? കുറച്ചും കൂടി ഇതിപ്പോ കണ്ടോ വിഷയമുണ്ട്. രാവിലെ കുറച്ചും കൂടി അരിപ്പൊടി കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കിലോ ഇട്ട് കുറച്ച് അരിപ്പൊടി ഇടണം. കുറച്ച് ആവശ്യത്തിന് മാത്രമായിട്ട്. അരിപ്പൊടിയല്ല ഇടാനുള്ളത്, കോൺഫ്ലവർ ആണ് ഇടാനുള്ളത്. പക്ഷെ നമ്മളതിൽ കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അരിപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. മൈദമാവാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പം അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതിൽ കുറച്ച് എണ്ണ, നമ്മളെ കയ്യിലുള്ള കുറച്ച് എണ്ണയുള്ളൂ. ആ കുറച്ച് എണ്ണ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. അരച്ച ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് പൊരിക്കാനുള്ളതാണേ. കറി വേറെ. പൊരിക്കണത് ഇന്നല്ല, നാളത്തേക്ക് ഇന്നേ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ മസാലയൊക്കെ പിടിച്ച് നാളത്തേക്ക് സെറ്റായിട്ട് കിട്ടുള്ളൂ. ടേസ്റ്റി ആയിട്ട് കിട്ടണമെങ്കിൽ തലേ ദിവസം നമ്മൾ റെഡിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും.
നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ മസാല എല്ലാ ചിക്കനിലും പിടിക്കുള്ളൂ. ചീനി തൊലിച്ചെടുത്തേ. തൊലിച്ചല്ലടോ, ഉരിച്ചെടുത്തോ. തൊലിച്ച് ഉരിച്ചൊക്കെ ഒന്ന് തന്നെ, തൊലി പോയാ പോരെ ഏതായാലും. അങ്ങനെയൊന്നുമില്ല, ഉരിച്ചെടുത്ത്. എന്നാ ഇത് ഉമ്മച്ചി അരി അതിന് ഈ പാത്രത്തിലോട്ട് പൊങ്ങണില്ല, പാത്രത്തിലോട്ട് വെച്ച് നമുക്ക് ഫ്രിഡ്ജിന് അരിയുമ്പോ ഉപ്പ് പൊരിക്കാനുള്ളത് സെറ്റ് ചെയ്തോ. നമുക്ക് കറിക്കുള്ളത് നോക്കാം. ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇഞ്ചി കുറച്ച് വലിയ പീസാണ്, അപ്പം അതിന് ചെറുതാക്കി ജാറിനകത്തോട്ടിട്ട് അതും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം, അരച്ചെടുക്കാം. പേസ്റ്റ് ആക്കണം. പേസ്റ്റ് ആക്കി എടുക്കാം. പിച്ചാത്തി മുറിഞ്ഞു. അപ്പം അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുറിച്ചൊക്കെ എടുത്ത് ഇടാം. ഉള്ളി ഇടണ്ടെന്ന് പറഞ്ഞിട്ട് സവാള ഇട്ടാൽ മതി. ഉള്ളി ഇടണ്ടോ, അതുകൊണ്ട് നമ്മൾ ഉള്ളി മാറ്റി വെക്കണം. കേട്ടോ, വേറെ പാത്രത്തിലോട്ട് ഉള്ളി മാറ്റി എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി ഉള്ളി മാറ്റിയ ശേഷം പച്ചമുളക് ഇനി ഉണ്ട്, എടുത്തില്ല. അത്ര പച്ചമുളക് എടുത്തോളൂ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എന്തൊരു ഉള്ളി എല്ലാം കൂടെ ചതച്ചെടുത്തേ. കറിക്ക് വേണ്ടിയിട്ട് വെച്ച് സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. എത്ര സവാള? അതെടുക്കാം. ഇത് എത്ര സവാള എന്ന് പറയാം. ഒരു സവാള അരിഞ്ഞെടുക്കുന്നുണ്ടേ. കരിവേപ്പില, അതിലെ കറി സെറ്റാവുന്നു, ഇതിലെ ചീനി വേവുന്നു, അതിൽ ഉപ്പൊഴിക്കുന്നു, ഇതിവിടെ വേവുന്നു. ചീനി ഇളക്കി കൊടുക്കുന്നുണ്ടേ. നമുക്ക് അരച്ചു വെച്ച പേസ്റ്റ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ. ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതാ പോയി മംഗളതവി. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണുണ്ടേ. മസാല, ഗരം മസാല, മല്ലിപ്പൊടി എല്ലാം ആവശ്യത്തിന്, പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എല്ലാ ആവശ്യത്തിനും. മുളക് പൊടി ലേശം. അതിൽ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ടാണ് ചിക്കൻ ഉള്ളത്. ഞാൻ കണ്ടു, കുറച്ച് ലേറ്റായി പോയി. ഇനി ലേശം മല്ലിയില. ഞാൻ വയ്ക്കല്ലേടാ ഫോണന്. ലേശം മല്ലിയില, ആ സൗണ്ടും ഇതിൽ കിട്ടും. അതൊരു എലി കരഞ്ഞതാണ്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ. ഇതൊക്കെ എല്ലാവരും ഇറച്ചിക്കറി ചെയ്യണില്ലേ ഇല്ലേ? കുക്കർ അടച്ച് ഊത്ത് കേൾപ്പിക്കാം. ചീനി വേവുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. നല്ല വേവണ്ടല്ലോ ഒരുപാട്. കുറച്ച് എന്താ, കുറച്ചല്ല. ചീനി സെറ്റായി, ഇനി കറി സെറ്റാവട്ടെ. ഇനി മുനിഞ്ചായ കറി. അപ്പം കഴിക്കാം.
നിൽക്കുന്നൊരു കാലം വരാനുണ്ട്. ഇവിടെ നീട്ടി തുപ്പിയ എന്റെ